ദുരൂഹതയുടെയോ അനിശ്ചിതത്വത്തിന്റെയോ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ പരാജയത്തിന്റെയോ 8 ദിനങ്ങൾ. ഏറ്റവും ഒടുവിൽ നിസ്സഹായനായ മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് തറപ്പിച്ചു പറഞ്ഞു, വിമാനം റാഞ്ചിയത് തന്നെ. അതിന് നിരത്തിയ കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. റഡാർ സംവിധാനങ്ങളിൽ തെളിയാതിരിക്കാൻ ദിശ മാറിയുള്ള സഞ്ചാരമായിരുന്നു വിമാനത്തിന്റേത്. ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രാൻസ്പോണ്ടറുകളും പ്രവർത്തനരഹിതമാക്കിയിരുന്നു. വിമാനം തകർന്നു വീണാൽ ആ സമയത്തെ ഉയരം, ദിശ, വേഗം എന്നിവയെല്ലാം ട്രാൻസ്പോണ്ടറിലെ ബ്ലാക്ക് ബോക്സിലും ബീക്കണിലും നിന്നുള്ള സന്ദേശങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അതും കണ്ടുകിട്ടിയിട്ടില്ല. വിമാനം പറത്താൻ അറിവുള്ള ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്ന് റാഞ്ചിയതാകാനാണ് സാധ്യതയെന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൈലറ്റിന്റെ വീട്ടിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തി. എന്നാൽ റാഞ്ചിക്കൊണ്ടുപോയ വിമാനത്തിന് എന്തു പറ്റിയെന്ന് പറയാൻ സംഘത്തിന് കഴിയുന്നില്ല. ഒന്നുകിൽ വിമാനം കടലിൽ താഴ്ത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒളിസങ്കേതത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ എന്തിനെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. എന്തെങ്കിലും ആവശ്യങ്ങളോ മോചനദ്രവ്യമോ ചോദിച്ച് ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അതിനിടെ വിമാനത്തിനായുള്ള തെരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാണാതായ ശേഷം 5 മണിക്കൂറോളം വിമാനം സഞ്ചരിച്ചെന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. എന്നാൽ ഒരു പുരോഗതിയും കാണാത്തതിനാൽ തങ്ങളുടെ മേഖലയിൽ നടത്തിയ തെരച്ചിൽ ചൈനയും വിയറ്റ്നാമും നിർത്തി. 12 രാജ്യങ്ങളിൽ നിന്നായി 42 കപ്പലുകളും 39 വിമാനങ്ങളും പങ്കെടുത്ത ലോകത്തെ ഏറ്റവും വലിയ തെരച്ചിലാണ് വിമാനത്തിന് വേണ്ടി നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.